അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന വിഷയത്തെക്കുറിച്ചുള്ള വളരെ ശക്തമായ വാഗ്വാദങ്ങൾ സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു സമയമാണ്. ബസ്സിൽ ഒരാൾ ദേഹത്ത് തട്ടി എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉണ്ടായ ആത്മഹത്യയും അതിനോടനുബന്ധിച്ചുള്ള പ്രതികരണങ്ങളും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പറയാനല്ല, അതിലൊരു വിധി പറയാനുമല്ല, മറിച്ച് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് വളരെ ആലോചനാകരമായ കാര്യമാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കോളേജിലെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെറിയൊരു മറ കെട്ടി. അപ്പോൾ ആ മറ കെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഭയങ്കരമായി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചോദ്യം ചെയ്യലും ഭയങ്കര താലിബാനിസം എന്ന് പറഞ്ഞ് വിളിച്ച് പരിഹസിക്കലൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു മറ കെട്ടാനൊന്നും ആരും നിർദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഒരു ക്ലാസ് നടക്കുമ്പോൾ പുരുഷന്മാർ മുന്നിലും സ്ത്രീകൾ ബാക്കിലുമായിട്ട് ഇരിക്കുക ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ക്യാമ്പസിൻ്റെ ക്ലാസ് റൂമുകളിലൊക്കെ ആണും പെണ്ണും ഏത് രൂപത്തിലും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായും ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ ആ പരിപാടിയുടെ ഒരു മര്യാദ ആ ഇരിക്കുന്ന ആളുകളും സംഘാടകരും പാലിച്ചു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് എന്തു ചെയ്യുന്നു, കളിയാക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. സത്യത്തിൽ ഇപ്പം ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ആണിനും പെണ്ണിനും വേറെ ബസ് വേണോ, പെണ്ണ് കയറുന്ന ബസ്സിൽ ആണ് കയറാതെ ആക്കണോ, അല്ലെങ്കിൽ ബസ്സിൻ്റെ ഉള്ളിൽ ബാരിക്കേഡ് വേണോ, അപ്പുറത്ത് പെണ്ണും ഇപ്പുറത്തും ആണോ ആയിട്ട് 2 ഡോറ് വേണോ, 2 വരാന്ത വേണോ എന്നൊക്കെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഒരാണും പെണ്ണും അകലം പാലിക്കുന്നു എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാനൊരു സാധ്യത വളരെയധികം ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. അത് ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആണും പെണ്ണും ഒരു സീറ്റിലിരുന്നാൽ എന്താണെന്ന് ചോദിക്കും. പക്ഷേ ഇതുപോലുള്ള അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്യും, സംഭവിക്കും. നമ്മളൊരിക്കലും നേരത്തെ ഒരിക്കൽ നമ്മൾ കണ്ടതാണ്, ഒരു അധ്യാപകൻ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ പിന്നെ സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പെൺകുട്ടിൻ്റെ അടുത്താണ് ഇരുന്നത് അയാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടി കംപ്ലയിൻറ്റ് ചെയ്തു. ഒരു പൊതു ബസ്സിൽ വെച്ചൊരു പെൺകുട്ടിയെ എന്താ ചെയ്യാൻ പറ്റുക? ഒരു പോക്സോ കേസിൽ അയാൾ എന്ത് ചെയ്തു, ജയിലിലായി. ഒരു അധ്യാപകനാണ് അയാൾ, ജയിലിലാകേണ്ടി വന്നു. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, നമ്മൾ ഈ സാധ്യതകളെ ഒഴിവാക്കല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. അടുത്ത് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പുരുഷന്മാർ മാത്രമല്ല അകലം പാലിക്കേണ്ടത്, സ്ത്രീകളും എന്ത് ചെയ്യണം, അകലം പാലിക്കണം. അപ്പോൾ നൃത്തത്തിൽ എല്ലാം, അപ്പോൾ പൊതുവെ ബസ്സിൻ്റെ മുൻഭാഗത്തൊക്കെ സ്ത്രീകളായിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ അവിടെ കയറി നിൽക്കണ്ട, നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, മാറി നിൽക്കുക. അതേപോലെ തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യുക, ബാക്കിലധികം പുരുഷന്മാരായിരിക്കും ഉണ്ടായിരിക്കുക ബസ്സിൽ. അപ്പോൾ ആ ഡോറിലൂടെ കയറണ്ട, നമ്മൾ അവരോട് ഇടപഴകാൻ വേണ്ടി പോകണ്ട. ഇത് നമ്മുടെ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഒരുപക്ഷെ ആരും ഒന്നും വിചാരിച്ചാലുള്ള ബസ്സിൽ കയറിണ്ടായിരിക്കും. കുറേ സമയം അടുത്ത് നിൽക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിൽ തോന്നിപ്പോയാൽ, ഒരു ബാഡ് ടച്ച്, ഒരു മോശമായ ഒരു സ്പർശനമോ നോട്ടമോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, അതൊക്കെ ചിലപ്പോൾ അവിടുന്ന് ആ സ്ത്രീകൾ എന്ത് ചെയ്യാൻ വളരെ പരസ്യമായി ശക്തമായി പ്രതികരിച്ചാൽ ആളുകൾക്കിടയിൽ നമ്മൾ അപമാനിതരാകും. അതുകൊണ്ട് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും ഒരകലം പാലിച്ച് നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നൊരു വലിയ സന്ദേശം യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എന്തായിരുന്നാലും മറ്റുള്ളവരെ അപമാനിക്കുന്ന രൂപം നമ്മളൊരു തെറ്റിനോട് പ്രതികരിക്കുമ്പോൾ ഇല്ലാതിരിക്കൽ തന്നെയാണല്ലോ പരമാവധി നമ്മുടെ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ ആത്മാഭിമാനം ഏറ്റവും വലുതാണ്. നമ്മുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.